Next is reactivity towards hydrogen. ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് എല്ലാവരും ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കറസ്പോണ്ടിങ് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യും. അവരുടെ ജനറൽ ഫോർമുല EH3 എന്നാണ്. ഇവിടെ E എലമെൻ്റ് എന്നതിനെ സൂചിപ്പിക്കുന്നു. അതായത് ഗ്രൂപ്പ് 15 നൈട്രജൻ അല്ലെങ്കിൽ ഫോസ്ഫറസ്, ആർസനിക് അല്ലെങ്കിൽ ആൻറ്റിമണി, ബിസ്മത്ത് ഇതിലേതെങ്കിലുമാണ് E എന്ന സ്ഥാനത്ത് വരിക. അപ്പോൾ നൈട്രജൻ ആണെങ്കിൽ NH3, ഫോസ്ഫറസ് ആണ് PH3 അങ്ങനെ. അപ്പോൾ they form compounds of the type EH3. The stability of the hydrides decreases from ammonia to bismuthane. അതായത് ഹൈഡ്രൈഡ്സിൻ്റെ സ്റ്റെബിലിറ്റി ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും കുറയുവാണ് ചെയ്യുന്നത്. ഇതിനുള്ള കാരണം ഡ്യൂ ടു ഡിക്രീസ് ഇൻ ബോണ്ട് എൻതാൽപ്പി ഓൺ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും എലമെൻറ്റിൻ്റെ സൈസ് വലുതാകും. അപ്പോൾ ഈ എലമെൻറ്റും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് വീക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബോണ്ട് എൻതാൽപ്പി എങ്ങനെയാണ് കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി താഴേക്ക് വരുന്തോറും എങ്ങനായിരിക്കും കുറയും. നെക്സ്റ്റ് ഈസ് റെഡ്യൂസിങ് ക്യാരക്ടർ ഓഫ് ഹൈഡ്രൈഡ്സ്. ഗ്രൂപ്പ് 15 എലമെൻസിൻ്റെ ഹൈഡ്രൈഡ്സിൻ്റെ റെഡ്യൂസിങ് ക്യാരക്ടർ ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാം. റെഡ്യൂസിങ് ക്യാരക്ടർ എന്ന് വെച്ചാൽ H+ കൊടുക്കാനുള്ള കഴിവ്, ദ ടെൻഡൻസി ടു ഗീവ് H+. അത് ഒരു ഗ്രൂപ്പിൽ ഓൺ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതിനുള്ള കാരണവും മുന്നേ പറഞ്ഞത് തന്നെയാണ്. ഓൺ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ദ എലമെന്റ് ഇൻക്രീസസ്, സോ the bond strength between element and hydrogen decreases, so it is easy to give H+. അപ്പോൾ ആരാണോ എളുപ്പം H+നെ വിട്ടുകൊടുക്കുന്നത് അതാണ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. ഇപ്പോൾ ഗ്രൂപ്പ് 15 വെച്ച് ഏറ്റവും വലിയ സൈസ് ബിസ്മത്തിനാണ്. ഇപ്പോൾ ബിസ്മത്തും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടാണ് വീക്കസ്റ്റ്. അതുകൊണ്ട് തന്നെ അതായിരിക്കും പെട്ടെന്ന് H+നെ വിട്ടുകൊടുക്കുക. സോ BiH3 is the strongest reducing agent in group 15. Next is basic character. ബേസിക് ക്യാരക്ടർ ഡിക്രീസസ് ഓൺ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവാണ്. നമുക്കറിയാം ഗ്രൂപ്പ് 15 എലമെൻസിനെല്ലാം 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അവർ ഹൈഡ്രൈഡ് ഫോം ചെയ്യുമ്പോൾ 3 ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ടാണ് ഹൈഡ്രൈഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ വഴി ആരാണ് എളുപ്പം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ആ ആളായിരിക്കും സ്ട്രോങ്ങസ്റ്റ് ബേസ്. ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് ലൂയിസ് ബേസസ് ആണ്. അതിൽ സ്ട്രോങ്ങസ്റ്റ് ലൂയിസ് ബേസ് എന്ന് പറയുന്നത് അമോണിയാണ്. അപ്പോൾ അമോണിയ എളുപ്പം ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് അത് സ്ട്രോങ്ങസ്റ്റ് ബേസ് ആണ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും ബേസിസിറ്റി എന്ത് ചെയ്യുക കുറയുകയാണ് ചെയ്യുക. Next is reactivity towards oxygen. ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് 2 തരത്തിലുള്ള ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുക, E2O3 ആൻഡ് E2O5 ടൈപ്പ്. ദ ഓക്സൈഡ് ഇൻ ദ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ എലമെൻറ്റ് ഈസ് മോർ അസിഡിക്. അതായത് ഇപ്പോൾ ഇവിടെ E2O3യും E2O5ഉം എടുത്തിട്ടുണ്ടെങ്കിൽ E2O3യിൽ എലമെന്റ് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുക, +3 ആയിരിക്കും. E2O5ൽ അത് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. അതിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരണ അത് എൻ്റെ ഓക്സൈഡ് ഏത് നേച്ചർ ആയിരിക്കും കാണിക്കുക, അസിഡിക് നേച്ചർ ആയിരിക്കും കാണിക്കുക. ഇപ്പം N2O5ഉം N2O3 എടുത്തിട്ടുണ്ടെങ്കിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് ഏതിലാണ്, N2O5ൽ. അപ്പോൾ അതായിരിക്കും ഏത് നേച്ചർ കാണിക്കുക, അസിഡിക് നേച്ചർ. ഈ അസിഡിക് ക്യാരക്ടർ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഓക്സൈഡ്സിൻ്റെ കേസിൽ അസിഡിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഓക്സൈഡ്സിൻ്റെ കേസിൽ ബേസിക് ക്യാരക്ടറാണ് കൂടി വരിക. ഇനി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആർ അസിഡിക്. അതായത് നൈട്രജനും ഫോസ്ഫറസും ഈ ഗ്രൂപ്പിലെ നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് അസിഡിക് ആയിരിക്കും. ആർസനിക്കും ആൻറ്റിമണിയും മെറ്റലോയിഡ്സ് ആണ്. അവരുടെ ഓക്സൈഡ്സ് ആംഫോട്ടറിക് ഇൻ നേച്ചറാണ്. ബിസ്മത്ത് മെറ്റാലിക് ആണ്. അതിൻ്റെ ഓക്സൈഡ് ബേസിക് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലജൻസ്. ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള ഹാലൈഡ്സ് ഫോം ചെയ്യുക, EX3 ടൈപ്പും EX5 ടൈപ്പും. അതിൽ ഗ്രൂപ്പ് 15 എലമെൻറ്റ്സിൽ നൈട്രജൻ മാത്രം ഒരു തരത്തിലുള്ള ഹാലൈഡേ ഫോം ചെയ്യുള്ളൂ. ദേ ഫോം ഓൺലി NX3 ടൈപ്പ് ഓഫ് ഹാലൈഡ്. അതിൽ നൈട്രജൻ ഡസ് നോട്ട് ഫോം പെൻഡാ ഹാലൈഡ്. വൈ? അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നൈട്രജൻ എന്തുകൊണ്ടാണ് പെൻഡാ ഹാലൈഡ് ഫോം ചെയ്യാത്തത്?
അതിനുള്ള കാരണം ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. നൈട്രജൻ സെക്കൻഡ് പീരീഡിലാണ്, തേർഡ് പീരീഡ് മുതലാണ് ഡി ഓർബിറ്റൽ ഫില്ലിംഗ് നടക്കുക. അപ്പോൾ നൈട്രജന് ഡി ഓർബിറ്റൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് പെൻഡാഹാലൈഡ് ഫോം ചെയ്യാത്തത്. ഇനി പെൻഡാഹാലൈഡ്സ് ആർ മോർ കോവലന്റ് ദാൻ ട്രൈഹാലൈഡ്സ്. പെൻഡാഹാലൈഡ്സ് ട്രൈഹാലൈഡ്സിനെ അപേക്ഷിച്ച് മോർ കോവലന്റ് ആയിരിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. The only stable trihalide of nitrogen is NF3. Trihalides except BiF3 is covalent in nature. Next is reactivity towards metals. Group 15 elements react with metals to form binary compounds with oxidation state -3. നമ്മൾ പറഞ്ഞു നൈട്രജൻ കോമൺ ആയി കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് -3 +3 and +5 ആണ്. അല്ല -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് മെറ്റൽസുമായിട്ട് നൈട്രജൻ റിയാക്ട് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പ് 15 എലമെന്റ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. ഇപ്പം കാൽസ്യവും നൈട്രജനും റിയാക്ട് ചെയ്ത് കാൽസ്യം നൈട്രൈഡും കാൽസ്യം ഫോസ്ഫറസും തമ്മിൽ റിയാക്ട് ചെയ്ത് കാൽസ്യം ഫോസ്ഫൈഡ് ഫോം ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും ഏതിൽ വരുന്നത്? -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് തരുന്നതാണ്. കാൽസ്യം ഏതാ കാണിക്കുക? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക. അപ്പോൾ നൈട്രജൻ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണം? -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണം. ഇനി നമുക്ക് നൈട്രജനെ കുറിച്ച് നോക്കാം. നൈട്രജൻ്റെ പ്രോപ്പർട്ടീസ്. നൈട്രജൻ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, നോൺ ടോക്സിക് ഗ്യാസ് ആണ്. അപ്പോൾ കളർലെസ്, ഓർഡർലെസ്, നോൺ ടോക്സിക് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് ഇനേർട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ because of high dissociation enthalpy of N triple bond N. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. Why nitrogen is chemically inert or less reactive? അതിനുള്ള കാരണം എന്താ? Due to the presence of N triple bond N, the bond dissociation enthalpy is very high. അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ഹൈ എനർജി കൊടുക്കണം. ഇനി nitrogen forms p-pi multiple bonds with itself and with other elements with small size and high electronegativity such as carbon and oxygen. ഇപ്പം നൈട്രജൻ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നൈട്രജൻ ഡയാറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. വൈ? അപ്പം അതിനുള്ള കാരണം നൈട്രജൻ p-pi മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്ത് അത് സ്മോൾ സൈസുള്ള ഒരു എലമെൻ്റ് ആയതുകൊണ്ടാണ് ഡയാറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ആ ഗ്രൂപ്പിൽ തന്നെ മറ്റുള്ളവർ 4 ആറ്റംസ് കൂടി ചേർന്നിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. P4 ടെട്രാഹൈഡ്രൽ ജോമെട്രിയാണ്. ആർസനിക് AS4 എക്സെട്ര. ഇനി നൈട്രജൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് നോക്കാം. അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രൈറ്റും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ്. ഇപ്പം NH4Cl + NaNO2 സോഡിയം നൈട്രൈറ്റ് NiTrite റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനും കാണിച്ചിട്ടുണ്ട്. ഇനി അതർ ലാബ് പ്രിപ്പറേഷൻസ് ആണ്. അമോണിയം ഡൈക്രോമേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം നൈട്രജൻ പ്രിപ്പയർ ചെയ്യാം. NH4 twice Cr2O7 gives N2 + 4H2O + Cr2O3. മറ്റൊരു മെത്തേഡാണ് ബേരിയം അസൈഡ് AZIDE. ഇപ്പോൾ BaN3 ട്വൈസ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പം Ba + 3N2 ആയി മാറുന്നു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ. നൈട്രജൻ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആൽക്കലി മെറ്റൽസ് എക്സെപ്റ്റ് ലിത്തിയം ബട്ട് റിയാക്ട്സ് വിത്ത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ടു ഗീവ് മെറ്റൽ നൈട്രൈഡ്. അപ്പം ആൽക്കലി മെറ്റൽസിനകത്ത് ലിത്തിയം ഒഴികെ വേറെ ആരുമായിട്ട് നൈട്രജന് റിയാക്ഷൻ ഇല്ല. പക്ഷേ നൈട്രജൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഗ്രൂപ്പ് 2 അതിൻ്റെ ഡയഗണൽ പൊസിഷനിലുള്ള എലമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. ആ റിലേഷൻഷിപ്പിന് പറഞ്ഞ പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ലിത്തിയം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ലിത്തിയം നൈട്രൈഡ് ഫോം ചെയ്യും. മെഗ്നീഷ്യം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ മെഗ്നീഷ്യം നൈട്രൈഡും ഫോം ചെയ്യും. നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. N2 + O2 at 2000 Kelvin gives 2NO. തണ്ടർ ഉണ്ടാകുമ്പം അല്ലേ? ഇപ്പോൾ നൈട്രജനും ഓക്സിജനും തമ്മിൽ ഹൈ വോൾട്ടേജിൽ 2000 കെൽവിനകത്ത് നൈട്രിക് ഓക്സൈഡ് NO ഫോം ചെയ്യും. നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് നോൺ മെറ്റൽസ്. ഇപ്പോൾ നൈട്രജൻ ബോറോൺ ഒരു നോൺ മെറ്റലുമാണ്. അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബോറോൺ നൈട്രൈഡ് NiTride ആണ് ഫോം ചെയ്യുക. നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് കാൽസ്യം കാർബൈഡ്.
CaC2 ആണ് കാൽസ്യം കാർബൈഡ്. അത് നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം സൈനമൈഡ് CaCN2 ഫോം ചെയ്യും പ്ലസ് C. നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ. നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഗീവ് അമോണിയ. ഈ അമോണിയയുടെ പ്രിപ്പറേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും എല്ലാം ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനും ഉണ്ട്. ഇനി ലാസ്റ്റ് യൂസസ് ഓഫ് നൈട്രജൻ. ലിക്വിഡ് നൈട്രജൻ ഒരു റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ക്രയോജനിക് സർജറി, അതായത് ലോ ടെമ്പറേച്ചറിൽ നടത്തുന്ന സർജറിക്ക് പറഞ്ഞ പേരാണ് ക്രയോജനിക് സർജറി. അങ്ങനെയുള്ള സർജറിക്കൊക്കെ ലിക്വിഡ് നൈട്രജൻ ആണ് യൂസ് ചെയ്യാറ്. ഇനി നൈട്രജൻ ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് HNO2, NH3 etc. നെക്സ്റ്റ് കാൽസ്യം സൈനമൈഡ് ആൻഡ് അതർ നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ്, അതായത് കാൽസ്യം സൈനമൈഡ് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു യൂസാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രിക് ബൾബ്സ്. ഇൻകഡസൻറ്റ് ലാമ്പിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നൈട്രജൻ ഗ്യാസാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു.